സോ നമ്മൾ അടുത്ത സോങ്കോ ലേക്കിലേക്ക് പോവാണ്. സോങ്കോ ലേക്ക് കാഞ്ചൻജംഗയുടെ പാർട്ടാണ്. സോങ്കോ ലേക്കിൻ്റെ തൊട്ടപ്പുറത്തൊരു ബാബ ഹർഭജൻ സിംഗ് മന്ദിർ കൂടിയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മലേൻ്റെ മേലെയാണത്. നമ്മളെ ഡ്രൈവർ ഉണ്ട്, ഇവിടുത്തുകാരനാണ്, സിക്കിമാരനാണ്. സോ ഇനി മേലെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. സോ പണ്ടത്തെ പോലെ നല്ല റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ളത്. നമ്മളിപ്പോ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇതേട്ടാ ഇവിടെ ചായ കുടിക്കാൻ വിചാരിച്ചു. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇവിടെ ഇങ്ങനെ റോഡ് സൈഡ് ഷോപ്സ് ആണ് ചെറിയ. ഈ കാണുന്നതൊക്കെ കാഞ്ചൻജംഗ റേഞ്ചസിന്റെ ഭാഗമാണ്. ഇതിനാച്ചാ തണുപ്പുണ്ടോ? തണുപ്പില്ല. സോ हाँ कॉफी, ये कॉफी है ना? कॉफी कम हुआ तो डाल देगा। हाँ कॉफी डाल दीजिए। डाल दिया चाय दिया। कॉफी खा लीजिए, कम हुआ तो बोल रहा हूँ। थोड़ा और कॉफी डाल दो। फिर खा के तो देख लीजिए। हाँ ഞാൻ എടുത്തു തരാം. അതെ ക്യാപ്റ്റൻ ടീ കുടിക്കുകയാണ് ഗൈസ്. അതെ അതെ മണിതർ ഉണർന്നു കൊള്ള. ഇത് കാഞ്ചൻജംഗയാണ്. ഇതൊക്കെ കാഞ്ചൻജംഗ റേഞ്ചസ് ആണ്. कांचनजंगा है? हाँ नहीं दिख रहा है ना? दिख रहा है बट क्लियर नहीं है. थोड़ा बहुत। हाँ आपका नाम? पवित्रा. पवित्रा. ചായയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്താറായി. നമ്മൾ ഫസ്റ്റ് സോങ്കോ ലേക്കിലേക്കാണ് പോകുന്നത്. ഒരു എനർജി പോയിന്റ് ആണ് സോങ്കോ ലേക്ക്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ബാബ മന്ദിർ. ആ ഇതൊക്കെ ഫുള്ള് ഐസ് കവേർഡ് ആയിട്ടാണുള്ളത്. കാഞ്ചൻജംഗ റേഞ്ചസ് ശരിക്കും സിക്കിമിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് ഭാഗത്തൊക്കെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പാർട്ടാണ് ഈ മൗണ്ടൻ റേഞ്ചസ് വരുന്നത്. ഇപ്പം മലേൻ്റെ ഒക്കെ സ്വഭാവം മാറി. ഫുള്ള് ശരിയായ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമായി. സിക്കിമിന്റെ ഭാഗം ഒക്കെ മഞ്ഞാണ്. ഈ കാണുന്ന വില്ലേജിലൊന്നും ആർക്കും പോകാൻ പാടില്ല, പ്രോഹിബിറ്റഡ് ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ. ഇതണ്ട നൂഡിൽസേ കിട്ടുള്ളൂ. പിറന്നാൾ ഭക്ഷണം രാവിലത്തത് നൂഡിൽസൊക്കെ കിട്ടുള്ളൂ. മല കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. ഇവിടെ എല്ലാം ഇങ്ങനെ റെന്റിന് ഇവിടെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. മല കയറുന്നതിന് മുന്നേ എല്ലാവർക്കും മേടിക്കേണ്ടതില്ല, ഇവിടുന്ന് റെന്റ് എടുത്തിട്ട് പോകാൻ പറ്റും. ഉറങ്ങിപ്പോയി ഗൈസ്. ക്യാപ്റ്റൻ വിളിച്ചെണീപ്പിച്ചതാണ്. ഏതാണ് പറഞ്ഞു? ആ ഉറങ്ങിപ്പോയി. ഇപ്പം നമ്മൾ പറയായിരുന്നു സൈബീരിയനെ തോപ്പിക്കും, ആ ഒരു ലെവലിലാണുള്ളത്. ഭയങ്കര തണുപ്പാണ്. കാണുന്നില്ലേ, മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ വെഹിക്കിൾ കാണുന്നില്ലേ, ഇത് വെച്ചിട്ടാണ് ഇവർ റോഡ് ക്ലിയർ ചെയ്യുന്നത്. ആർമി റോഡ് ക്ലിയർ ചെയ്യുന്ന വെഹിക്കിൾ.
ഫുൾ വൈറ്റ് ആണ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഗംഭീരം ഗംഭീരം. എല്ലാരും കാണുന്നുണ്ടോ? അപ്പുറത്തെ സൈഡും ഈ സൈഡും ഒന്നും കാണാനില്ല. ഇതാണ് ഷൂസ്, സേഫ്റ്റി ഷൂസ് ആണ്. നമ്മുടെ റോഡിൻ്റെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, അറിയില്ലേ? അങ്ങനത്തെ സേഫ്റ്റി ഷൂസ് ആണ് തന്നിരിക്കുന്നത്. ഇത് വില്ലേജാണ്. സോ ഇതാണ് ഇപ്പോഴത്തെ വിസിബിലിറ്റി. അറൗണ്ട് 30 മീറ്റർ മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ, അതിൻ്റെ അപ്പുറമുള്ള കാണാൻ പറ്റില്ല. 30 മീറ്റർ വിസിബിലിറ്റി ഉള്ളൂ. ഇത് ഇപ്പുറമൊന്നും ഒന്നും കാണാനില്ല. ഇതേട്ടാ ஸோ கிளைமேட் இப்படி தான் இருக்கு. இப்போ 0 விசிபிலிட்டினே சொல்லலாம். அங்கேருந்து வர வண்டி தெரியாது, ஃபாக் லேம்ப் மட்டும்தான் தெரியுது. டிரைவர் கஷ்டப்பட்டு வண்டி ஓட்டிகிட்டு இருக்காரு. இந்த சைடு பார்த்தீங்கன்னா புரியும், ஃபுல்லி ஒயிட், எதுவுமே தெரியல. அங்கே மலை இருந்தது, எதுவுமே தெரியல. இப்போ இங்கேருந்து சீக்கிரம் கீழே போகணும், இல்லைன்னா இன்னும் விசிபிலிட்டி மோசமாயிடுச்சுன்னா ഡ്രൈവ് பண்ண முடியாது. നമസ്കാരം. അപ്പോൾ നമ്മൾ തിരിച്ച് സോങ്കോലേക്കും തിരിച്ച് ഗാങ്ടോക്ക് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാഴ്ച. ഡ്രൈവർ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഒന്നും കാണാനില്ല. റോഡ് അങ്ങോട്ടേക്കുള്ളത് ഫുള്ള് മൂടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ളത് റോഡിൻ്റെ അവസ്ഥ. We are coming back from Songo Lake. Like we visited Baba Mandir and we are coming back. This is the visibility you can see. സോ ഇതായിരുന്നു ഇന്നത്തെ ട്രാവൽ വീഡിയോ. ഹാർഷ് ക്ലൈമറ്റ് ആയിരുന്നു ശരിക്കും. ബാക്കി ഇൻ്റർവ്യൂ, എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് മെസ്സേജ്, എന്താണ് ഇവിടെ ചെയ്തത്, ഇതൊക്കെ ക്യാപ്റ്റൻ്റെ ഇൻ്റർവ്യൂ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ലിങ്ക് ഇടും. ESP പാരനോർമൽ ചാനലിൽ വരും അത്. സോ എല്ലാവരും കാണുക. ആ മെസ്സേജ് ക്യാപ്റ്റൻ തന്നെ പറയട്ടെ, എന്തിനാണ് നമ്മളിവിടെ വന്നതെന്നുള്ളത്. സോ ഇന്നത്തെ ട്രാവൽ ഇതൊക്കെയായിരുന്നു. ബാക്കി വീഡിയോസ്, അപ്കമിങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അതുവരെ നമസ്കാരം.